നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേര് കുറേ ദിവസങ്ങളല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മാസമെങ്കിലും ആയിട്ടുണ്ട് പ്യുവർ മൊഡാൾ ഞാൻ കാണിക്കുന്നത്. പ്യുവർ മൊഡാൾ ഷോൾ ഇപ്പോൾ എന്താ കാണിക്കാത്തതെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഷോപ്പിൽ അന്വേഷിച്ച് വരുന്നുണ്ട്. പ്യുവർ മൊഡാൾ ഷോളിൻ്റെ സ്റ്റോക്ക് നമുക്ക് വളരെ കുറവായിരുന്നു. 4-5 പീസേ ആകെ ഉള്ളായിരുന്നു. ഇപ്പോൾ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അഞ്ചരക്ക് പ്രിന്റും അല്ലാത്തതും എല്ലാം. ഇതാണ് ആദ്യത്തെ ഒരു വെറൈറ്റി കാണിക്കാം. നല്ല ഡാർക്ക് മെറൂൺ പ്യുവർ മൊഡാളാണ്. നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാൻ സൂപ്പറാണ്. നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന വെറുതെ ഒരു ടോപ്പല്ലേ, ഒരു വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചുമ്മാ പെയർ ചെയ്തിടാൻ കണ്ടോ. അപ്പോൾ അതിനൊരു ഫംഗ്ഷൻ ലുക്ക് വരും. ഇതിന് വലിയ ഇത് വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം പ്യുവർ മൊഡാൾ ഏതിൻ്റെ കൂടെ ഇട്ടാലും അതിനൊരു പാർട്ടി ലുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഭയങ്കര ഓവർ പാർട്ടി ലുക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നല്ലൊരു ലുക്ക് വരും. ആ മൊഡാളിൻ്റെ സ്റ്റഫിൻ്റെ ഒരു ഇത് ഡാർക്ക് മെറൂണ് വിത്ത് അജ്രക്ക് പ്രിന്റ്. ഇത് മുന്നാണിയാണ്. ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നീളവും വണ്ണം പൊക്കവും വീതി തലയെടുപ്പും ഒക്കെ ഉണ്ട്. അടുത്തത് ചില്ലി റെഡ്. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി എനിക്ക് എന്നെ കാണണം, അതാ കണ്ടോ. അടിപൊളിയാണ്, കണ്ടോ, നല്ല രസമല്ലേ. ഇത് നോക്ക്, ഇവിടെ നോക്ക്. ഞാൻ ഇട്ടേക്കുന്ന ഇതുമായിട്ട് സാമ്യതയില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സുമായിട്ട് സാമ്യമില്ല, മീൻസ് ബോട്ടമായിട്ട്. നല്ല രസമല്ലേ. ഇത് വേഗം വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോ, കാരണം പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. പ്യുവർ മൊഡാൾ വന്നാൽ ഷോപ്പിലാണെങ്കിലും ഇരിക്കത്തില്ല. ഇവിടെ പ്യുവർ മൊഡാൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പലത് ഇറങ്ങുന്നുണ്ട്. ഈ റയോൺ മെറ്റീരിയലിൻ്റെ ഒക്കെ അതിനെ കഴിഞ്ഞ് ആൾക്കാർക്ക് റേറ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ ഇതിനോടാണ് ഇഷ്ടം. കാരണം അതിൻ്റെ സ്റ്റഫ്, ആ സിൽക്കി ആയിട്ടുള്ള മൊഡാളിൻ്റെ സ്റ്റഫേ ഭയങ്കര രസമാണ്. ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്കും ഡാർക്ക് മെറൂണും കണ്ടോ, അടിപൊളിയല്ലേ. എനിക്ക് ഈയിടെയായിട്ട് വീഡിയോ എടുക്കുമ്പോൾ സ്വന്തമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ എന്നെ കണ്ടപ്പോൾ ഞാൻ സ്ക്രീനിലോട്ട് നോക്കുന്നേ ഇല്ല, ഞാൻ കണ്ണാടിയിലാണ് നോക്കുന്നത്. എപ്പോൾ നോക്കിയാലും കണ്ണാടിയെ നോക്കി ഭംഗി കാണുക. കണ്ണാടി പിന്നെ വെക്കുന്ന ഒരു ഇതാന്ന് പറഞ്ഞാലും കണ്ണാടി എനിക്ക് വേണമെന്നേ. എന്താ ഡിങ് ഡിങ്, നല്ല രസമല്ലേ. ബാന്തിനി പ്രിന്റുമായിട്ട് അജ്രക്ക് പ്രിന്റ് മുന്താണിക്ക് വരും. മേളില് ബാന്തിനി പ്രിന്റ് ഒക്കെ ആയിട്ട് ബാന്തിനി മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ്. ബാന്തിനി പ്രിന്റ് ഒന്നും പ്യുവർ പറയത്തില്ല കേട്ടോ. അയ്യോ, 12 ഒന്നല്ലേ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ എൻ്റെ പൊന്നി. അല്ലേ ആര് പറഞ്ഞു? ബ്ലാക്ക്. യേശു, ഇതെല്ലാം കാണിക്കുന്ന ഒന്ന് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലേ, ഒന്ന് നോക്കണം കേട്ടോ. എനിക്കിതും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊഡാൾ ഷോൾ ഇടാനായിട്ട്. നമുക്കിപ്പോൾ പള്ളിയിലൊക്കെ പോകാനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഇപ്പോൾ പള്ളിയിൽ പോകുന്നവർക്ക് അങ്ങനെ ഇതൊക്കെ ഇടുന്നവർക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നല്ല രസമാണ്. നമുക്ക് ഒതുങ്ങി കിടക്കുകയും ചെയ്യും, നല്ലൊരു ലുക്കും ഉണ്ട്. പിന്നെ കല്യാണങ്ങൾക്കൊക്കെ പോകാൻ നല്ലത് കേട്ടോ. ഒരു മൊഡാൾ ഷോൾ വാങ്ങിച്ചു വെക്കണം. കാരണം ഒത്തിരി ചിലർക്കൊന്നും 1000 എബോവ് റേറ്റിൽ, ചിലർക്ക് വളരെ ചുരുങ്ങി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. പൈസ ആൾക്കാർ, നമ്മൾ പറയും ആൾക്കാരുടെ ആരുടെയും കയ്യിലും പൈസ ഇല്ല എന്നാണ്. എല്ലായിടത്തും ബിസിനസ് ഇല്ല എന്ന് ബിസിനസ്സുകാർ മുഴുവൻ പറയുന്നുണ്ട്. പക്ഷെ ബിസിനസ് ഇല്ലായ്മയില്ല. സത്യം ഞാൻ പറയാം, എൻ്റെ ഒരു ഇവാലുവേഷൻ ഞാൻ പറയാം, ബിസിനസ് ഇല്ലായ്മയില്ല. ആൾക്കാർക്ക് ഓപ്ഷൻസ് കൂടുതലാണ്, ചോയ്സസ് കൂടുതലാണ്. 1-2 കടയൊക്കെ പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉള്ള ഒരു ചെറിയ ഗ്രാമങ്ങളിൽ പോലും ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്, ഓൺലൈൻ പർച്ചേസ് ഉണ്ട്. അപ്പോൾ കിട്ടേണ്ട ബിസിനസ് സ്പ്ലിറ്റ് ആയിപ്പോയി, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നില്ലാഴിയോ, പൈസ മുടക്കുന്നില്ലാഴിയോ ഒന്നുമില്ല. ആൾക്കാരുടെ പൈസ ഇല്ല, എന്തൊക്കെയാണ് മനുഷ്യൻ പറയുന്നത്. പൈസ ഇല്ലായ്മ ഒന്നുമില്ല. എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, ടൂർ പോകുന്നുണ്ട്, സിനിമ തിയേറ്ററിൽ ചെന്ന് നോക്ക്. അപ്പം എല്ലാം നല്ലൊരു ശതമാനം ഫാമിലിയും സിനിമാ തിയേറ്ററുകളിൽ പുതിയ പടം ഇറങ്ങുന്നത് നോക്കിയിരിക്കുന്നവരാണ്. ഞാൻ എന്താ തുണി വിൽക്കാൻ വന്നാൽ തുണി വിറ്റിട്ട് പോയിക്കൂടെ എന്നല്ലേ വിചാരിച്ചു. കോഫി മെറൂൺ കളർ ഒറ്റയുണ്ട് കേട്ടോ. നല്ല, ഞാൻ ഈ വളയൊക്കെ കാണിക്കുമ്പം ഷോൾ ഇട്ടുകൊണ്ടിരുന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആ ഷോൾ കാണിക്കാത്ത തന്നെയാണ്. ആ ഷോളൊക്കെ ഈ ഷോളൊക്കെ തന്നെയാണ് കേട്ടോ. പോച്ചടിക്കുന്നൊന്നും അല്ല, ഞാൻ ശരിക്കും പറയുന്നത്. നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടോ പോച്ചടിക്കുന്നതെന്ന്? പോച്ച മീൻസ് തള്ളുന്നതെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്, തള്ളല്ല. ശരിക്കും നേവി ബ്ലൂ കളർ
ഇതിലെ കഥാപാത്രങ്ങൾ സങ്കല്പിക സൃഷ്ടിയാണെന്ന് പറഞ്ഞവർ ഇത് രണ്ടും ഒന്നല്ലേ? കണ്ടുപിടിച്ചല്ലോ? പിടിച്ചില്ലല്ലോ? ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഇപ്പോൾ ഒരേപോലത്തെ രണ്ട് ഷോൾ എന്തിനാണ്? ഇതില്ലേ കോഫിയുടെ ഒരു പർപ്പിളിൻ്റെ ഡാർക്ക് 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 ഡാർക്കായിട്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരു കളർ കേട്ടോ. കോഫി ബ്രൗൺ അല്ലേ? പർപ്പിളും കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു കളർ ആയിരിക്കാം. ഇതേ കൂടെ മെറൂണിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട്. ഒരു കളർ ഇങ്ങനെ എന്നാ പറയുക, സ്പ്രെഡായ പോലത്തെ രീതിക്കുള്ള ഒരു കളർ. അത് ഭംഗി, ഒരു വെറൈറ്റി ലുക്ക്. ഇത് കോഫി തന്നെ, വേറൊരു കളർ. ഇത്രയേ ഉള്ളൂ. പുതിയ ഷോൾ കുറച്ചും കൂടെ വന്നായിരുന്നു എനിക്കൊരു തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ. വന്നായിരിക്കും. കുറേ ഡിസൈൻസ് ഒറ്റ ഇവിടെ ഇങ്ങനെ ഫുൾ ഒറ്റ ഡിസൈനായിട്ട് വന്നൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഡാർക്ക് കോഫി ഇങ്ങനെ. അപ്പം ഇത്രയേ ഉള്ളൂ ഷോളിൻ്റെ വീഡിയോ. ഷോൾ ഇഷ്ടം പോലെ ഡയറക്റ്റ് വരുവാണെങ്കിലുണ്ട്. ഇപ്പം കാണിക്കാൻ ഞാൻ മൊഡാൾ ഷോൾ മാത്രം എന്നുള്ള രീതിക്ക് കാണിച്ചത്. ഈയിടെയെല്ലാം ഒത്തിരി ഷോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്